ഹായ് ഫ്രണ്ട്സ്, ഞാൻ ശരണ്യ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സ്വപ്നങ്ങൾക്ക് അതിരുകളില്ലെന്ന് തെളിയിച്ച് ആകാശവും അതിനപ്പുറം കീഴടക്കിയ ഒരു ധീരയായ വനിത, ഇന്ത്യൻ വംശജയായ ആദ്യത്തെ ബഹിരാകാശ യാത്രിക കൽപ്പന ചൗള. നമ്മുടെ മനസ്സിൽ ഓർക്കുമ്പോൾ ഒരു വിങ്ങലാണെങ്കിലും നമുക്ക് കൽപ്പന ചൗളയെ നമ്മുടെ മനസ്സിൽ എന്നും ഒരു അണയാത്തൊരു തീ നക്ഷത്രമാണ്. കൽപ്പനയുടെ പേര് സ്വർണ്ണ ലിപികളിൽ എഴുതപ്പെട്ടപ്പോൾ ഇന്ത്യയുടെ അഭിമാനമാണ് അവിടെ എഴുതപ്പെട്ടത്. അപ്പോൾ ആ കൽപ്പനയുടെ ജീവിതത്തിലെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. 1962 ഹരിയാനയിലെ കർണാലിലാണ് കൽപ്പന ചൗള ജനിച്ചത്. കുട്ടിക്കാലം മുതൽ തന്നെ വിമാനങ്ങളെക്കുറിച്ചൊക്കെ അറിയാനുള്ള അമിതമായിട്ടുള്ള ആവേശം കൽപ്പന ചൗളയ്ക്ക് ഉണ്ടായിരുന്നു. അതുതന്നെയാണ് പഞ്ചാബിലെ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് തിരഞ്ഞെടുക്കാനുള്ള കൽപ്പനയുടെ കാരണം. അത് കൽപ്പനയെ മറ്റുള്ളവരിൽ വ്യത്യസ്തമാക്കി. കാരണം ആദ്യമായിട്ടാണ് ഒരു വനിത ആ വിഷയത്തിൽ ബിരുദം നേടുന്നത്. അതിനുശേഷം കൽപ്പന ചൗള അമേരിക്കയിലെ ടെക്സസിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും PhD എല്ലാം കരസ്ഥമാക്കി. കൽപ്പനയുടെ അഗാധമായിട്ടുള്ള അറിവും അചഞ്ചലമായ വിശ്വാസവും കൽപ്പന ചൗളയെ നാസയിലെത്തിച്ചു. അങ്ങനെ 1997 STS-87 എന്ന ഷട്ടിലൂടെ കൽപ്പന ചൗള ബഹിരാകാശത്തെത്തി. അതിനുശേഷം 2003 അടുത്ത STS-107 എന്ന ഷട്ടിലൂടെ കൊളംബിയയിലൂടെയായിരുന്നു കൽപ്പന ചൗള ബഹിരാകാശത്തെത്തിയത്. 2003 ഫെബ്രുവരി 1 ഭൂമിയിലേക്കുള്ള അവരുടെ മടക്കയാത്രയിൽ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ആ കൊളംബിയ ഒരു തീഗോളമായി മാറി. കൽപ്പന മാത്രമല്ല, കൽപ്പനയുടെ കൂടെ ഉണ്ടായിരുന്ന 6 പേരുടെയും ജീവൻ നഷ്ടമായി. നമുക്കൊരു വിങ്ങലോടുകൂടി മാത്രമേ ആ നിമിഷത്തെ നമുക്ക് ഓർക്കാൻ സാധിക്കുകയുള്ളൂ. അകാലത്തിൽ പൊലിഞ്ഞു പോയെങ്കിലും കൽപ്പന ചൗള എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ അതൊരു അണയാത്ത ഒരു തീതാളമാണ്. തൻ്റെ ആഗ്രഹങ്ങളെ തൻ്റെ ധൈര്യം കൊണ്ടും കഠിനാധ്വാനം കൊണ്ടും നേടിയെടുത്ത ഒരു ധീരയായ വനിത. ആ വനിതയെ നമ്മുടെ റോൾ മോഡലാക്കി നമുക്ക് ഇന്ന് മനസ്സിൽ സൂക്ഷിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ തീർച്ചയായും എന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയ വീഡിയോസൊക്കെ ആയിട്ട് കാണാം കേട്ടോ.